dear NIO students, നമുക്ക് ഇന്നൊരിക്കലും കൂടി നമ്മുടെ ഇംഗ്ലീഷ് പാഠവിഭാഗത്തിലെ ആറാമത്തെ പാഠം പോയമാണ്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നാണ് ഈ കവിതയുടെ പേര്. കമല സുരയ്യ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വെരി ഗുഡ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖ ഇംഗ്ലീഷ് സാഹിത്യകാരിയായിരുന്നു കമല സുരയ്യ. അവരുടെ കമലാദാസ് എന്ന പേരിൽ എഴുതപ്പെട്ടുള്ള മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നൊരു കവിത വളരെ ഗംഭീരമായൊരു കവിതയാണ്. കമല സുരയ്യയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ സർഗാത്മക സൃഷ്ടികൾ നടത്തിയിട്ടുള്ള അഥവാ കവിതകളും കാവ്യങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ഒരു സമുന്നത കവയിത്രിയായിരുന്നു കമല സുരയ്യ. സ്നേഹം എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ അവർ വരച്ച് കാണിക്കുന്നത്. നോക്കാം നമുക്ക്. എൻ്റെ മൈ ക്ലാസ് എടുക്കുമ്പോൾ ഒരു നോട്ട്ബുക്ക് അടുത്ത് വെച്ചോളാം. സംശയമുള്ള വാക്കുകൾ എഴുതിയിടുക. വീണ്ടും ഒരാവർത്തി വായിച്ച് നോക്കാം. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ളതിൻ്റെ അർത്ഥം എൻ്റെ മുത്തശ്ശിയുടെ വീട് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ കവിത. ഇവിടെ ഒരു ഇൻട്രൊഡക്ഷനിൽ സാധാരണ പറയുന്നു, വാട്ട് ആർ ദ തിങ്സ് യുവർ ഗ്രാൻഡ് മദർ ഡിഡ് ഫോർ യു വെൻ യു ആർ എ ചൈൽഡ്. അതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ. നിങ്ങളൊരു കൊച്ചുകുട്ടിയാകുമ്പോൾ നിങ്ങളുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്താണ്? അങ്ങനെ ചോദ്യചിഹ്നത്തോടെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഉള്ളത്. യു നോ ദാറ്റ് അവർ ഗ്രാൻഡ് മദേഴ്സ് have a very great influence upon our life. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എല്ലാം. വാട്ട് ഈസ് ഗോയിങ് ഓൺ? ഇന്ന് നമുക്ക് കാണുന്നതെല്ലാം എന്താണ്? അറ്റോമിക് ഫാമിലി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലിയാണ്. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണുകുടുംബം. പക്ഷെ വർഷങ്ങൾക്കപ്പുറം ജോയിന്റ് ഫാമിലി ആയിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരുപാട് പേര് ഒന്നിച്ച് സഹവർത്തിത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവിടെ ഒരു കാരണവരുണ്ടാവാം. ആ കാരണവരുടെ നേതൃത്വത്തിലായിരിക്കാം ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയും. അവരുടെ നേതൃത്വത്തിലായിരിക്കാം മിക്കവാറും ആ കുടുംബങ്ങളുടെ പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു പോകാറ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് ജോയിന്റ് ഫാമിലി സിസ്റ്റം ഡൈവേർട്ടഡ് ഇൻ ടു ന്യൂക്ലിയർ ഫാമിലി എന്ന് മിക്കവാറും ഒരു അണുകുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടിരിക്കുന്നു, പരിവർത്തനം സംഭവിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോയിന്റ് ഫാമിലി നമ്മൾ ആസ്വദിച്ചിരുന്നതായ സ്നേഹത്തിന്റെ ആ ഷെയറിങ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ എത്ര ഒത്തൊരുമയോടുകൂടിയും കംപ്ലീറ്റ് ഹാർമോണിയോടുകൂടിയാണ്, പൊരുത്തത്തോടും ഏകീകൃതയോടുകൂടിയാണ് നമ്മൾ ആ കുടുംബം മുന്നിലേക്ക് പോകപ്പെട്ടിരുന്നത്. ഇന്നൊരു ഭാര്യയും ഒരു ഭർത്താവും 1-2 കുട്ടികളും അടങ്ങുന്ന ഒരു ഫ്ലാറ്റിലെ ചിറക് വിടർത്താൻ പോലും പറ്റാതെ, കൈകാലുകൾ നിവർത്തിയൊന്നും ഓടാൻ പറ്റാതെ കേവലം ബോട്ടൽഡ് അപ്പ് ലൈഫിലേക്ക് നമ്മൾ മാറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ പൂമുഖത്തിൽ എപ്പോഴും ഒരു ചോദ്യമാകുന്ന മുത്തശ്ശിയോ മുത്തശ്ശനോ ഉണ്ടായിരിക്കും. മുത്തശ്ശനാണെങ്കിൽ ഒരു ചാരുകസയിൽ കാലം നീട്ടി ഒരു തുപ്പക്കോളാമ്പിയും ഒക്കെ വെച്ച് ഒരു വാച്ച് ഡോഗായിട്ട് നമ്മുടെ പൂമുഖത്ത് കാണപ്പെടുമായിരുന്നു. അതുപോലെ മുത്തശ്ശിയാണെങ്കിൽ വളർന്നു വരുന്ന ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ എപ്പോഴും അവരുടെ കണ്ണും പതിച്ചുകൊണ്ട് അവരുടെ തെറ്റുകളെ മാത്രം, അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ ദൂരെ നിന്ന് കണ്ടുകൊണ്ട് അതിൽ ധാരാളം തിരുത്തുകൾ നൽകിക്കൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ആ മുത്തശ്ശനും മുത്തശ്ശികളും ഒക്കെ അന്യാധീനമായിരിക്കുന്നു ഇന്ന്. കാരണം ഇന്ന് പൂമുഖത്തിൽ നോക്കിയാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പൂമുഖവും ഇല്ല. നമുക്ക് ഒരു തീപ്പെട്ടിക്കൂട് പോലെയുള്ള ഒരു ഫ്ലാറ്റ് ലൈഫാണ്. ഈ മുത്തശ്ശിമാർ നമുക്ക് പലതും പറഞ്ഞു തരുമായിരുന്നു, ധാരാളം കഥകൾ പറഞ്ഞു തരുമായിരുന്നു.
ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് നമുക്ക് തന്നിരുന്നു. ഇതിഹാസ പുരാണങ്ങളെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. അങ്ങനെ നല്ലൊരു ഡയറക്ഷൻ മേക്കിംഗ് അവർ നടത്തിയിരുന്നു. ഇന്ന് നമുക്ക് അതൊന്നും കിട്ടാനില്ല. പല വാങ്മൊഴികൾ നമുക്ക് നഷ്ടമായി. അപ്പം നമ്മുടെ കുട്ടിക്കാലത്ത് എന്തൊക്കെയാണ് നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് പകർന്നു തന്നിരുന്നത് എന്ന് നിങ്ങൾക്ക് വല്ലതും ഓർമ്മയുണ്ടോ എന്നൊരു ചോദ്യത്തോടാണ് ഈ കവിതയിലേക്ക് പോകുന്നത്. മാത്രമല്ല, വാട്ട് മെമ്മറീസ്, എന്തൊക്കെ സ്മരണകളാണ് ഡു യു ഹാവ് ഓഫ് ദ ടൈം യു സ്പെൻഡ് വിത്ത് ഹർ? നിങ്ങൾക്ക് അങ്ങനെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ, മുത്തശ്ശി മിക്കവാറും കുടുംബങ്ങളില്ല, കാരണം മിക്കവാറും 10, 40, 45 വയസ്സാകുമ്പോഴേക്ക് എല്ലാവരും മരണപ്പെട്ടു പോകുന്നതുകൊണ്ട് ഒരു തലമുടി നിരച്ച തോടയിലായിട്ടിരിക്കുന്ന അനുഭവങ്ങൾ എപ്പോഴും നമുക്ക് പങ്കുവെച്ച് നിരുന്ന മുത്തശ്ശിമാരെയും നമ്മുടെ വീടുകളിൽ കാണാനുണ്ടോ? ദുർലഭമാണ്. പക്ഷെ നിങ്ങൾ ഒന്നറിയുക, അവരുടെ വാക്കുകൾ, അവർ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവട്ടുപടിയാണ് ആയിരുന്നു. അങ്ങനെ ഒരു ഡയറക്ഷൻ മേക്കിംഗ് നമ്മുടെ വീടുകളിലില്ല. സ്നേഹം പകർന്നു തരുന്ന പശ്ചാത്തലം നമ്മുടെ കുടുംബങ്ങളില്ല. ഇതിനെയൊക്കെ ഒരു വിരൽ ചൂണ്ടുന്ന രീതിയിലാണ് ഈ കവിത നമുക്ക് കമലാ സുരയ്യ വരച്ച് കാണിക്കുന്നത്. നമുക്ക് കമലാ സുരയ്യ നഷ്ടബോധത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ മുത്തശ്ശിയുടെ വീട്, അവിടെ എനിക്ക് എല്ലാമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കാം. ഹിയർ ദ പോയറ്റ് റിമെമ്പേഴ്സ്, ഇവിടെ കവി ഓർമ്മിക്കുന്നു, സ്മരിക്കുന്നു, റിമെമ്പേഴ്സ് ഹർ ഗ്രാൻഡ് മദർ, അവളുടെ മുത്തശ്ശി. വാട്ട് ഡസ് പോയറ്റ് റിമെമ്പർ? ദ പോയറ്റ് റിമെമ്പേഴ്സ് അബൌട്ട് ഹർ ഗ്രാൻഡ് മദർ. അവൾക്ക് ധന്യവതിയായിരിക്കുന്ന ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആൻഡ് മാത്രമല്ല, ഷീ വിഷസ്, അവൾ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു, ദാറ്റ് ഷി വർ വൺസ് അഗൈൻ അലൈവ് ടു ലവ് ഹർ. അവൾ ഒരിക്കൽ കൂടി ജീവനോടെ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തനിക്ക് സ്നേഹം പാരാൻ എന്ന് കൊതിക്കുന്നു കമലാ സുരയ്യ. ആൻഡ് നമുക്ക് കവിതയുടെ വരികളിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ മുന്നിൽ നിവർത്തി വെച്ച് ഓരോ വരിയിലൂടെയും സ്പഷ്ടമായ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നു. നോക്കൂ, യു ഗോ ത്രൂ ദ ലൈൻസ്. There is a house now far away where once I received love. That woman died. Here Kamala Suraya says, what? Kamala Suraya says. Kamala Suraya പറയുന്നു. എന്താ പറയുന്നത്? There is a house. അവിടെ ഒരു വീടുണ്ടായിരുന്നു. ഈ there എന്ന് കാണിക്കുന്നതിനെ ദൂരെ കാണിക്കാനാണ്. ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തിനെ കാണിക്കണം. അത് ദൂരെ എന്ന് പറഞ്ഞാൽ ഈ കവിത എഴുതുമ്പോൾ കമലാദാസ് കേരളത്തിലല്ല, ആവുമായിരിക്കില്ല. അവിടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും കൽക്കത്തിനും മറ്റും ഒക്കെയാണ് ചെലവഴിച്ചെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ കൽക്കത്ത നഗരത്തിൽ നിന്ന് ഇരുന്ന് എഴുതിയതായിരിക്കാം ഈ കവിത. അതുകൊണ്ടാണ് പറയുന്നത് there, അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് there is a house, അവിടെ ഒരു വീടുണ്ടായിരുന്നു. നൗ, ഇപ്പോൾ, നൗ ആണ് ഇപ്പോൾ, ഫാർ അവേ, കുറേ ദൂരെയാണ്, ഫാർ അവേ, ഗ്രേറ്റ് ഡിസ്റ്റൻസ്, അങ്ങ് ദൂരെയുള്ള ഒരു ഭൂമിയിൽ അങ്ങ് അവിടെ എനിക്കൊരു വീടുണ്ടായിരുന്നു. വേറെ അവിടെ വൺസ്, ഒരിക്കൽ, ഐ റിസീവ് ലവ്, അവിടെ എനിക്ക് ഒരിക്കൽ സ്നേഹം പകർന്ന് കിട്ടിയിരുന്നു. റിസീവ്ഡ് വേർഡ് ലഭിച്ചിരുന്നു. എവിടെ? അങ്ങ് ദൂരെയുള്ള ആ വീട്ടിൽ പണ്ടൊരു കാലത്ത് എനിക്ക് സ്നേഹം കിട്ടിയിരുന്നു. യു മേ ഹാവ് ഹെഡ് അബൌട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ലവ് ഷുഡ് ബി റിസീവ്, ലവ് ഷുഡ് ബി ഗിവൺ ആണ്. എന്താ അർത്ഥം? സ്നേഹം സ്വീകരിക്കപ്പെടണം, സ്നേഹം പങ്കുവെക്കണം. ലവ് ആരുടെയും കുത്തകയൊന്നുമല്ല, ചിലരിൽ നിന്നോ ആരിൽ നിന്നോ ഒക്കെ നമുക്ക് കിട്ടുന്നു. അത് നമുക്ക് ആർക്കൊക്കെയോ ഷെയർ ചെയ്യുന്നു. ദിസ് ഫിലോസഫി ഓഫ് ലവ്. ഇതാണ് സ്നേഹത്തിന്റെ തത്വം. ഇപ്പൊ എനിക്ക് എൻ്റെ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആക്ച്വലി സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മോടുണ്ടെങ്കിലും ഉണ്ടായിട്ടല്ല. ഒരച്ഛന് തൻ്റെ കുട്ടിയോടുള്ള സ്നേഹം ആക്ച്വലി ഉണ്ടായതല്ല, ഉള്ളതല്ല. പിന്നെയോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലവ് ഷുഡ് ബി ഗിവൺ, ലവ് ഷുഡ് ബി ആക്സെപ്റ്റഡ്.
കാരണം സ്നേഹം എന്നുള്ളൊരു അനുഭൂതി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ആരിൽ നിന്നെങ്കിലും ലഭിച്ചാൽ മാത്രമേ നമ്മൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സ്നേഹം എന്ന വികാരം എൻ്റെ പൂർവികരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. എൻ്റെ അച്ഛനിൽ നിന്നോ എൻ്റെ അമ്മയിൽ നിന്നോ എനിക്ക് സ്നേഹം കിട്ടിയത് കൊണ്ടാണ് ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞ അനുഭവവേദ്യമായിരിക്കുന്ന സ്നേഹം മറ്റൊരാൾക്ക് കൈമാറണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? അപ്പം എനിക്ക് എൻ്റെ അച്ഛനോടാണ് സ്നേഹം ഉണ്ടായിരുന്നത്, അത് അച്ഛൻ പകർന്നു തന്നതാണ്. എൻ്റെ അച്ഛനോ അയാളുടെ അച്ഛനോടായിരിക്കും, അയാളുടെ അച്ഛനോ അയാളുടെ അച്ഛനോടായിരിക്കും. അങ്ങനെ അങ്ങനെ പോയാൽ ഏതുവഴി നമുക്ക് പോകാം. നമ്മൾ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സുഹൃത്തുക്കളെ സ്നേഹം കിട്ടിയിട്ടുണ്ടായിരിക്കാം. വി ഗോട്ട് ലവ് ഫ്രം അനദർ ഫ്രണ്ട്. ആ ഫ്രണ്ടിനോ അയാളെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയിരിക്കാം, ആ ഫ്രണ്ടിനോ അയാളെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയിരിക്കാം. അങ്ങനെ ഹാൻഡ്സ് ഡൗൺ ആയിട്ട് പുറകിലേക്ക് പോവുകയാൽ ആത്യന്തികമായി ഈ സ്നേഹം ഈ പ്രകൃതിയിൽ ഭൂമിയിൽ നമ്മെ ആരാദ്യം സൃഷ്ടിച്ചുവോ എങ്കിൽ ആ സൃഷ്ടികർത്താവ് നമുക്ക് പകർന്ന ഒരു വികാരമാണ് സ്നേഹം. അതുകൊണ്ട് അതാരുടെയും കുത്തിയല്ല. അതുകൊണ്ടാണ് നമ്മൾ സ്നേഹം സ്വീകരിക്കണം, നൽകണം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് നമുക്ക് സ്നേഹം തരാൻ ആളുണ്ടായിരിക്കാം, പക്ഷേ സ്നേഹം സ്വീകരിക്കാൻ ആളുണ്ടാവില്ല. പലപ്പോഴും അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മളിത് ആ സ്നേഹം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുമായിരിക്കാം, പക്ഷേ നോബഡി വിൽ ബി ദേർ ടു ഗിവ് യു ദ ലവ്. ആ സമയത്ത് നിങ്ങൾക്ക് സ്നേഹം തരാൻ ആരും ഉണ്ടായിരിക്കില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഒരു പക്ഷേ നിങ്ങൾ സ്നേഹം കൊടുക്കാൻ തയ്യാറായി നിൽക്കുക, പിടിച്ചോ സ്നേഹം, ഐ എം റെഡി ടു ഗിവ് മൈ ലവ്. ആ ലവ് ഷേക്സ്പിയറൊക്കെ ട്രൂ ലവ് എന്ന സോണറ്റ് പോലും രചിച്ചിട്ടുണ്ട്. ശരിയായ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്, പോരാ അത് സ്വീകരിക്കപ്പെടേണ്ടതുമാണ്. ഒരു ഭാഗത്ത് നമ്മൾ സ്നേഹം നൽകാൻ തയ്യാറായിരിക്കണം, മറുഭാഗത്ത് സ്നേഹം സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. എങ്കിലേ സ്നേഹത്തിന്റെ പരിപൂർണത ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കമലാസുരയ്യ പറയുന്നു, അങ്ങ് ദൂരെ കേരളം എന്ന് പറഞ്ഞ കൊച്ചു ദേശക്കരയിൽ അവിടെ എനിക്കൊരു വീടുണ്ടായിരുന്നു. there is a house now far away. അവിടെ ആ വീട്ടിൽ വൺസ് ഒരിക്കൽ പണ്ടൊരിക്കൽ ഐ റിസീവ്ഡ് ലവ് മീൻ ഐ ഗോട്ട് ലവ്. എനിക്ക് സ്നേഹം കിട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, അത്രയോ അല്ലേ? അതെന്റെ സാരാംശം. അതാണ് അപ്പത്തിന് എന്തൊരു സ്നേഹമായിരുന്നു ആ പശ്ചാത്തലം. ഞാൻ സിറ്റുവേഷൻ വേർ വിച്ച് ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. കുട്ടികളെ, നിങ്ങൾ എന്താകുന്നു എന്നുള്ളത്, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ജനിച്ചു വളർന്നതെങ്കിൽ അതാണ് നിങ്ങളെ ആക്കുന്നത്. The circumstances and situation in which you are born and brought up make what you are. Understand? നിങ്ങൾ എന്താണ് എന്നുള്ളത്, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ജനിച്ചു വളർന്നെങ്കിൽ അതാണ്. ഒരു സിഖുകാരന്റെ പശ്ചാത്തലത്തിൽ വളരപ്പെടുന്ന കുട്ടി, അതുകൊണ്ട് സിഖ് സംസ്കാരത്തെ ഉൾക്കൊണ്ട് ജീവിക്കുന്നു. തലപ്പാവ് വെട്ടിക്കൊണ്ടും മുടി നീട്ടി വളർത്തിക്കൊണ്ടും അയാൾ ജനിച്ചു എവിടെ? ആ സിഖ് സമുദായത്തിൽ എന്നുള്ളത് കൊണ്ട് അയാൾ ജനിച്ചു വളർന്ന സാഹചര്യം അയാളെ ആക്കുന്നു. ഒരു മുക്കുക, നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ കണ്ടു, ഒരു മുക്കുക കുടുംബത്തിൽ ജനിക്കുകയാണെങ്കിൽ ആ മുക്കുക കുടുംബത്തിലെ പശ്ചാത്തലവും അനുഭവിച്ച് നമ്മൾ അതായി മാറുന്നു. ഒരു എഴുത്തുകാരന്റെ കുടുംബത്തിൽ ജനിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ നല്ല എഴുത്തുകാരനാവാം. അപ്പോൾ നമ്മളാക്കുന്നത് നമ്മൾ എവിടെ ജനിച്ചു വളർന്നു എന്നുള്ളതാണ്. സ്നേഹത്തിന്റെ ഉറവിടം നിലനിൽക്കുന്ന ഒരു ഗൃഹാന്തരീക്ഷത്തിലാണ് നമ്മൾ വളർന്നെങ്കിൽ സ്നേഹികളായിരിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. അല്ല എങ്കിൽ നോക്കൂ, ഈ ഭീകരവാദികളൊക്കെ സ്നേഹം എന്ന വികാരം ഒരിക്കലും അവർ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ഏതോ ഇരുണ്ട ഒരു സ്ഥലത്ത് വളരപ്പെടുന്നു. എന്താണ് സ്നേഹം എന്ന വികാരം അനുഭവിച്ചറിയാതെ എന്തിനോ ഏതിനോ ഒരു ശില പോലെ അവർ വളരപ്പെടുന്നു. അതുകൊണ്ട് അവർക്ക് വിചാരങ്ങളൊന്നും വിഷയമല്ല. ഈ ലവ് എത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ്, അതിബൃഹത്താണ്. എന്താണ് ട്രൂ ലവ്? ഈ സ്നേഹം എന്നുള്ള വാക്കറിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അത് ഉപയോഗിക്കുമായിരിക്കില്ല. പലരും ഐ ലവ് യു എന്നൊക്കെ പറയാറുണ്ട്. വാട്ട് ഈസ് ദർ ഐ ലവ് യു? അണ്ടർസ്റ്റാൻഡ്? More than that, love is not a selfish one.
സ്നേഹം എന്നുള്ളത് ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ല, ആരും മുറുക്കി കെട്ടി പിടിച്ചു നിർത്തേണ്ട ഒന്നല്ല, അത് അഴിച്ചുവിടപ്പെടേണ്ട. പലരും പറയാറുണ്ട്, പലർക്കും എന്നെ ഇഷ്ടമില്ല, പലർക്കും എന്നോട് ദേഷ്യമാണ്, പലർക്കും എന്നോട് വിദ്വേഷമാണ്, വെറുപ്പാണ്. നിങ്ങൾ മൊബൈൽ ഫോണിൽ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് അല്ലേ, എത്ര ലൈക്സ് കിട്ടിയെന്ന്. നിങ്ങളെല്ലാവരും സ്നേഹിക്കപ്പെടണമെങ്കിൽ അതിനൊറ്റ മൂല്യമുണ്ട്. എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളെ എല്ലാവരും സ്നേഹിക്കപ്പെടണമെങ്കിൽ, സമഭാവേനെ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും. സമഭാവേന, ഇന്നലെ കണ്ടവനെയും ഇന്ന് കണ്ടവനെയും ഇനി കാണാനുള്ളവരെയും എല്ലാം ഒരുപോലെ നിങ്ങൾ സ്നേഹിച്ചു നോക്കും. ഇവിടെ പാർഷ്യാലിറ്റി കാണിക്കുമ്പോഴാണ്, നമ്മൾ ഈ പാർഷ്യാലിറ്റി കാണിക്കുമ്പോഴാണ് സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത്, അല്ലേ? ആണ്. അപ്പം കമല സുരയ്യയ്ക്ക് ധാരാളം സ്നേഹങ്ങൾ ലഭിച്ചിരുന്ന ആ വീട്, പക്ഷേ ദ ഹൗസ് വിഡ്രൂ ഇൻ ടു സൈലൻസ് എന്നാ പറയുന്നത്. ആ വീട് പരിപൂർണമായി നിശബ്ദയിലേക്ക് പിൻവാങ്ങപ്പെട്ടു. വിഡ്രോ എന്നുള്ളത് പിൻവലിയ, വിഡ്രൂ എന്നാണ് പിൻവലിഞ്ഞിട്ടു സൈലൻസ്, നിശബ്ദയിലേക്കായി. മാത്രമല്ല സ്നേക്സ് മൂവ്ഡ് എന്നാണ്, ആ വീടുകളിലേക്ക് പാമ്പുകൾ എഴഞ്ഞു കയറി വരാൻ തുടങ്ങി. നമ്മളൊരു വീട്ടില് വേണ്ടും വിധം അവിടെ അടിച്ച് വെടിപ്പോടുകൂടി നിലനിർത്തിയില്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ഷുദ്രജീവികളുടെ സാന്നിധ്യമാണ് കാണുക. അങ്ങനെ ഞാൻ ജനിച്ചു വളർന്ന ആ വീടിലേക്ക് പാമ്പുകൾ എഴഞ്ഞു കയറാൻ തുടങ്ങി. സ്നേക്സ് മൂവ്ഡ് ഇൻടു ഓർ എമംഗ് ദ ബുക്ക്, അലമാരിൽ വെച്ചിരുന്ന ബുക്കുകളുടെ ഇടയിലെല്ലാം പാമ്പുകൾ ചേക്കറാൻ തുടങ്ങി. നോക്കണം, സ്നേഹം പങ്കുവച്ചിരുന്ന വീടായിരുന്നു അവിടെ ഇപ്പോ ക്ഷുദ്രജീവികളാണ് കയറി വന്നത്. ഐ വാസ് ടു യങ്, അന്ന് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു ടു റീഡ്, വായിക്കാൻ. കുറെ ബുക്കുകളൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ആ ബുക്കുകളൊക്കെ വായിച്ചെടുത്ത് പഠിക്കാൻ ഞാൻ അത്രമാത്രം ഇന്റലക്ച്വലായിട്ട് ബുദ്ധിപരമായിട്ട് ഞാൻ വളർന്നവളായിരുന്നില്ല. ഞാൻ കൊച്ചു പെൺകുട്ടിയായിരുന്നു അന്ന്. ടു യങ് എന്നാണ്, വളരെ യങ്, ചെറുപ്പം. ടു റീഡ് എന്നാണല്ലോ വായിക്കാനും മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ. മാത്രമല്ല, ആൻഡ് മൈ ബ്ലഡ് ടേൺ ടു കോൾഡ് എന്നാ, എൻ്റെ രക്തം വന്ന് തണുത്തുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥമായിരുന്നു. ഏതുപോലെ? ലൈക്ക് ദ മൂൺ, ചന്ദ്രനിൽ എന്ന പോലെ. ചന്ദ്രനിൽ ഏതുപോലെ തണുപ്പുണ്ടായിരുന്നു, അവിടെ പോലെ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് സിമിലിയാണ്, ഉപമാലങ്കാരം. ഉപമാലങ്കാരം ഒന്നിനൊന്നോട് സദൃശ്യം ചെന്നാൽ ഉപമായാണോ അത് പറയുന്നത്. ഒരു കാര്യം ഇന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ലൈക്ക് എന്ന് പറഞ്ഞാൽ ആസ് എന്നൊക്കെ പറഞ്ഞാൽ സിമിലിയാണ്. സിമിലിയാണ് രൂപകാലം, അല്ല ഉപമാലങ്കാരം എന്ന് പറയും. അപ്പൊ ചന്ദ്രനിൽ ഏതുപോലെ തണുപ്പുണ്ടായിരുന്നു അതുപോലെ എൻ്റെ ശിരയിലൂടെ ഒഴുകുന്ന രക്തങ്ങളെല്ലാം തണുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലേ? നമുക്ക് അങ്ങനെ ഒരു മന്ദീഭാവം ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ രക്തങ്ങൾ വളരെ തണുത്ത് മരവിച്ച് നിൽക്കുന്ന അവസ്ഥ, ഒരു ആക്ടിവേഷൻ കിട്ടാത്ത അവസ്ഥ, അല്ലേ? ചിലപ്പോൾ നമ്മൾ വി ഹാവ് ടു ആക്ടിവേറ്റ് ആൻഡ് ആനിമേറ്റ് അവർ ഹ്യൂമൻ ബോഡി എന്നാ പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ശരീരം എപ്പോഴും ആക്ടിവേറ്റ് ആയി നിൽക്കണം. പക്ഷെ എൻ്റെ ഈ ശരീരം തണുത്തുറഞ്ഞ് രക്തങ്ങൾ പോലും തണിച്ചുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം എനിക്ക് പ്രതിഫലനത്തിന് അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യങ്ങളുടെ പ്രതികരിക്കാനുള്ള കഴിവില്ലാത്തൊരവസ്ഥയായിരുന്നു. കൊച്ചുകുട്ടിയായിരുന്നു. ഈ കവിത തന്നെ കമലാ സുരയ്യയുടെ കൊച്ചുകുട്ടിയാകുമ്പോഴുള്ള അനുഭവമാണ് പറയുന്നത്. ബ്ലഡ് ടേൺ കോൺ ലൈക്ക് ദ മൂൺ, ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദർ. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ എപ്പോഴും എത്ര പ്രാവശ്യം കൊതിച്ചിട്ടുണ്ടോന്ന് അറിയോ അവിടെ പോകാൻ, ആ വീട്ടിൽ പോകാൻ. വീട്ടിൽ എനിക്ക് സ്നേഹം പകർന്ന ആ വീട്ടിലേക്ക് ഒരിക്കൽ തിരിച്ചു പോകാൻ ഞാൻ എത്രമാത്രം കൊതിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. ഓഫൺ, ഡോണ്ട് പ്രൊനൗൺസ് ഓഫ്റ്റൻ, ഈ ഉച്ചാരണ ഓഫൺ, പലപ്പോഴും. ഹൗ ഓഫൺ, എത്രയും പലപ്പോഴും. ഐ തിങ്ക് ചിന്തിക്കുക, അല്ലെ? ഓഫ് ഗോയിങ്, അവിടെ പോകാൻ. എവിടെ? ഗോയിങ് ടു ദാറ്റ് ഹൗസ് വേർ ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. എവിടെയാണോ ഞാൻ ജനിച്ചു വളർന്നത്, എവിടെയാണോ എനിക്ക് സ്നേഹം പകർന്നു കിട്ടിയിട്ടുള്ളെങ്കിൽ ആ സ്നേഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന എൻ്റെ കുട്ടിക്കാല ആ ഗൃഹാന്തരത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പലപ്പോഴും ഐ സ്റ്റിൽ റിമെമ്പർ. അപ്പൊ ഇത്രയാണ് ഈ ഒരു സ്റ്റാൻസയിൽ കമലാ സുരയ്യ പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ആ കവിത നോക്കുക. ദർ ഈസ് എ ഹൗസ് നൗ ഫാർ അവേ വേർ വൺസ് ഐ റിസീവ്ഡ് ലവ്. അങ്ങ് ദൂരെ എനിക്കൊരു വീടുണ്ടായിരുന്നു, അവിടെ എനിക്ക് മുത്തശ്ശിയിൽ നിന്ന് സ്നേഹം പകർന്നിരുന്നു. പക്ഷേ ദാറ്റ് വുമൺ, ആ സ്ത്രീ ഡൈഡ്, മരിച്ചു പോയി കേട്ടോ, കഷ്ടം. അതിനെ തുടർന്ന് ദ ഹൗസ്, ആ വീട്, വിഡ്രൂ ഇൻടു സൈലൻസ്, പരിപൂർണ്ണ നിശബ്ദയിൽ ശോകമുഖതയിലേക്ക് ആണ്ടുപോയി എന്ന്. മാത്രമല്ല, അവിടെ ക്ഷുദ്ര കീടങ്ങളായിരിക്കുന്ന സ്നേക്സ് മുതലായവ എൻ്റെ അവിടെ ബുക്കുകളിലേക്ക് ഇഴഞ്ഞു കയറാൻ തുടങ്ങി. മാത്രമല്ല, അന്ന് ഞാൻ ഇവിടെ ചെറുപ്പവതിയായിരുന്നു. ഐ വാസ് ടു യങ് ടു റീഡ്, വായിച്ച് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യതയൊന്നും എനിക്ക് അന്ന് ഇല്ലായിരുന്നു.
മാത്രമല്ല ഒരു രക്തമെല്ലാം തണുത്തുറഞ്ഞിരിക്കുന്ന ബ്ലഡ് ടേൺഡ് തിരിഞ്ഞില്ല, കോൾഡ് പോലെ, ലൈക്ക് ദ മൂണിൽ തണുപ്പാണ്. കാരണം എന്താ? സൂര്യപ്രകാശം തട്ടാത്തത് കൊണ്ട്. നമുക്കിവിടെ തണുപ്പ് ഇല്ലാതിരിക്കാൻ കാരണം സൂര്യനുള്ളത് കൊണ്ടാണ്. എപ്പോൾ സൂര്യൻ അപ്രത്യക്ഷമാകുന്നു അപ്പോൾ നമുക്ക് തണുപ്പായിരിക്കും എന്ന്. ഇത്രയാണ് ഈ ഭാഗം. അടുത്ത ഭാഗം അടുത്ത. ഓക്കെ, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് ക്ലാസ്.